ഇനി ഇന്നത്തെ നോമ്പുതറ വിഭവം എന്തെന്ന് ആലോചിച്ചിട്ട് തല പൊയ്ക്കൊന്നും വേണ്ട. ഇതേപോലെ ബോൺലെസ് ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് പുരട്ടിയിട്ട് എടുത്ത് വെക്കട്ടോ. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണം കേട്ടോ ചിക്കന്. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, തോനെടുക്കരുത്. സവാളയും ക്യാപ്സിക്കും അതേപോലെ സ്വീറ്റ് കോണും കൂടി കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊരിച്ചിട്ടുള്ള ആ ചിക്കനില്ലേ അതും കൂടിയാണ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു മിക്സാണ് ഉണ്ടാക്കേണ്ടത്. ഒന്നുമില്ല, മൈദയിൽ കുറച്ച് പാലില്ലേ, പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കുക. കുറച്ച് ബട്ടറും കൂടി ഇതാക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇട്ടാൽ ഒന്നായിട്ട് കട്ടിയാവരുത്. അതിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ അതിന് വേണമെങ്കിൽ സ്പൈസസ് ആയിട്ട് ഒറിഗാനോയും പിന്നെ കുറച്ച് കുരുമുളകാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. ഇനി കുറച്ച് ബണ്ണാണ് എടുക്കേണ്ടത്. ബണ്ണിന് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ കഴിക്കുമ്പോൾ അതിനെക്കാട്ടും വലിയ ഈസിയാണ്. അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം മൊസറല്ല ചീസില്ലേ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതിന് മുകളിൽ ഇങ്ങനെ കുറച്ച് അത്യാവശ്യത്തിനാണ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എയർ ഫ്രയറാണ് ഇതാക്കുന്നത്. നിങ്ങൾ ഗ്യാസിൽ വേണം, ഗ്യാസിൽ ചെയ്യാം, ഒരു കുഴപ്പമൊന്നുമില്ല. എയർ ഫ്രയറിൽ ആകുന്ന സമയത്ത് 2 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഗ്യാസിലാകുമ്പോൾ നിങ്ങൾക്ക് എത്ര പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ട് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയത്. ഒന്നുമില്ല, 155 ഡിഗ്രിയിൽ ഒരു 6 മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തത് നാളെ ആയിട്ട് വരാം.